Hi, myself Tasha, and welcome back to yet another stunning transformation by Climax Cinemas, where every detail is crafted for the ultimate cinematic experience. Today, we are diving into one of the most immersive home theaters, a space that redefines elegance with acoustics, design and lighting. So, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ണൂരുള്ള മിസ്റ്റർ പ്രവീണിന് വേണ്ടിയിട്ടാണ്. സോ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. സോ കം ഓൺ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ തിയേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ഹോം തിയേറ്ററിനുമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റൂം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലൈമാക്സ് സിനിമാസ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 22 ഫീറ്റ് ലെങ്ത്തും 12 ഫീറ്റ് വിഡ്ത്തുമാണ് വരുന്നത്. ഈ ഒരു തിയേറ്ററിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് തന്നെയാണ്. ഡ്യുവൽ ടോൺ ഫാബ്രിക്കിലാണ് സൈഡ് വാൾസും അതുപോലെ തന്നെ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. നല്ല ബോൾഡ് റിച്ച് ബർഗണ്ടി തീമാണ്. ഈ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള വാം പ്രൊഫൈൽ ഓവർ ഹെഡ് ലൈറ്റ്സും കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സിനും മാച്ച് ആവുന്ന രീതിയിലുള്ള ലഷ് അക്കൗസ്റ്റിക് കാർപ്പറ്റാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ബ്യൂട്ടിനെ എലിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൗണ്ട് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ കൊടുത്തിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് സ്റ്റാർ സീലിംഗ്, ഇറ്റ് ജസ്റ്റ് ക്രിയേറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി അറ്റ്മോസ്ഫിയർ. ഇവിടെ ഫ്രണ്ടിലേക്ക് നോക്കി നമുക്ക് സ്ക്രീന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആസ് ഇൻ റിയൽ മൂവി തിയേറ്റേഴ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ AVR എക്യുപ്മെന്റ് എല്ലാം തന്നെ ബാക്ക് സൈഡിലാണ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം അച്ഛൻ നമ്മളോട് പറഞ്ഞത് ഡാർക്ക് റൂം ആക്കുന്നതെന്ന്. ഫസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നോട്ട് ചെയ്ത് കളിച്ചാൽ അവിടെ ഡാർക്ക് റൂമിൻ്റെ പണിഷ്മെൻറ്റ് ആയിട്ട് ഇടും. പിന്നെ ഇതാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഒരു തിയേറ്ററാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ TV-യിലൊക്കെ ഞാൻ അധികം സിനിമ കാണാറുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് സിനിമ കാണാൻ. പക്ഷേ TV-നെക്കാളും നല്ല വ്യക്തിക്ക് അവിടെ തിയേറ്ററിൽ കാണുന്നുണ്ടായിരുന്നു. സോ ഐ ആം വെരി എക്സൈറ്റ്മെൻറ്റ്. അവളുടെ എല്ലാ തിയേറ്റേഴ്സിലും ഉള്ള പോലെ തന്നെ ഇവിടെ ബാക്കിൽ ഒരു ഫ്ലോ സ്റ്റെപ്പ് റൈസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ കോൺഫിഗറേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് 7.1.2 ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ ദിസ് തിയേറ്റർ ഇസ് നോട്ട് ജസ്റ്റ് അക്കൗസ്റ്റിക്കലി ട്യൂൺഡ്, ഇറ്റ്സ് അക്കൗസ്റ്റിക്കലി എഞ്ചിനീയർഡ്. സോ റൂം അക്കൗസ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ടോൺ അക്കൗസ്റ്റിക് ഫാബ്രിക് പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യൂസിങ് ഡബിൾ ഗ്രിപ്പർ സിസ്റ്റം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് റിഫ്ലക്ഷൻസ് അബ്സോർബ് ചെയ്യുന്നതിനോടൊപ്പം ഇറ്റ് ഒപ്റ്റിമൈസസ് റൂം അക്കൗസ്റ്റിക്സ് എൻഷുറിംഗ് പ്യുവർ അൺകളേർഡ് സൗണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീലിംഗിലും ഫൈബർ ഫിൽഡ് പോളി ഫൈബർ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത് ഫോർ എ ബാലൻസ്ഡ് ഓഡിയോ ഡിസ്ട്രിബ്യൂഷൻ. ഓൾസോ നമ്മൾ ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷനും അതുപോലെ തന്നെ പാരാമീറ്റേഴ്സും കണക്കാക്കിയിട്ടാണ് ഈ ഒരു തിയേറ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു കസ്റ്റം മെയ്ഡ് അക്കൗസ്റ്റിക് ഡോറും കസ്റ്റം മെയ്ഡ് ബാർ കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ റിക്ലൈനേഴ്സ് ഇന്ത്യ ബ്രാൻഡിൻ്റെ സിംഗിൾ സീറ്റർ റിക്ലൈനേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മോഡൽ ഇസ് 163M. അതുപോലെ തന്നെ അമേരിക്കൻ ലൗഡ് സ്പീക്കർ കമ്പനി ആയിട്ടുള്ള JBL സ്പീക്കർ പാക്കേജ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്നത് JBL സ്റ്റുഡിയോ 6.88 LCR സ്പീക്കർ ആണ്. അതുപോലെ തന്നെ സറൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് JBL സ്റ്റുഡിയോ 66IW 6.5 ആണ്. പിന്നെ അറ്റ്മോസ് കൊടുത്തിട്ടുള്ളത് JBL അറീന 6iC 6.5 ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് സബ് വൂഫർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് JBL സ്റ്റേജ് A120p 12-inch 500 watt പവേർഡ് സബ് വൂഫർ. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടർ എന്ന് പറയുന്നത് BenQ 4K അൾട്രാ HD പ്രൊജക്ടർ TK710 ആണ്. സോ അതുപോലെ ഇവിടുത്തെ സ്ക്രീൻ വരുന്നത് എലൈറ്റ് ഫിക്സഡ് ഫ്രെയിം 135-inch വൈഡ് സ്ക്രീൻ ആണ്. സോ ഞങ്ങളുടെ സർവീസസ് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ അവൈലബിൾ ആണ്. ഓൾസോ കൺവീനിയൻ്റ് ആയിട്ടുള്ള EMI ഓപ്ഷൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് മീ ടാഷ്യ സൈനിങ് ഓഫ് ആൻഡ് സീ യു വിത്ത് യെറ്റ് അനദർ ഹോം തിയേറ്റർ വീഡിയോ.